ഫിസിക്കൽ അസോൾട്ട് നടന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ എന്തൊക്കെ ആയിരുന്നു പല പല ചാനൽസും. ഒന്നും നടന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞോ, ഒരു മുട്ടൻ അടി പൊട്ടി, അതല്ലാതെ വേറെ അവിടെ ഒരു ഫിസിക്കൽ അസോൾട്ടും നടന്നില്ല. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ന് ലൈവിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരു ഭയങ്കരമായ ഒരു പ്രശ്നം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യ പ്രശ്നമാണ്. അത് വലുതായി 3/4 മണിക്കൂർ നിന്ന ഒരു ഭയങ്കരമായ ഒരു അടി. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, രാവിലെ ടാസ്ക് കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് ഒരു അടി നടക്കുന്നത്. ആ അടി എന്താണെന്നുള്ള കാര്യം അറിയത്തില്ല, ടാസ്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം. പക്ഷേ ഈ പറയുന്ന പോലെ വേറെ എന്താണ്, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് പോയിട്ടില്ലെന്ന് ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇപ്പം അത് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. അപ്സരയും ജാസ്മിനും ഒരു യമണ്ടൻ ചിമിട്ട് പിടിച്ച അടിയാണ്. എന്താണ് കാര്യമെന്ന് പറയാം. അതോടൊപ്പം തന്നെ ടാസ്ക് വന്നിട്ടുണ്ട്, ബോണസ് ടാസ്ക് 4. ഇത്തിരി കട്ടിയുള്ള ടാസ്ക്കാണ്. ബുദ്ധികൾ പ്രയോഗിക്കുന്നുണ്ട് പലരെയും വെട്ടി വീഴ്ത്താൻ പലരും നോക്കുന്നുണ്ട്. ജഡ്ജസ് കൃത്യമായിട്ട് ആ ടീമിനെ നമ്മൾ തന്നെ ജഡ്ജ് ചെയ്യും. കാരണം നമുക്ക് പണി വരുമോ എന്ന് കണക്കാക്കിക്കൊണ്ട് ജിൻഡോയുടെ ടീമിനെ ജഡ്ജ് ചെയ്യാൻ അപ്സര ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ് നടക്കുന്നത് ലൈവിൽ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അങ്ങനെ ഈ പ്രശ്നം നടക്കുന്നത് രാവിലെ നമ്മുടെ മോർണിംഗ് ടാസ്കിൽ അന്യൻ്റെ വേഷത്തിൽ നടക്കാനാണ് നമ്മുടെ അപ്സര എടുത്ത് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് അഭിഷേകും ജാസ്മിനും അപ്സരയും കൂടെ വന്ന് നമ്മുടെ ഗാർഡൻ ഏരിയയിലെ സ്കേ ഐസ്ക്രീമിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ജാസ്മിൻ പറയുന്നത്, എൻ്റെ ഈ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ എനിക്കിവിടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കാനൊന്നും പറയാനൊന്നും ആരുമില്ല എന്ന് പറയുന്നു. അപ്പോൾ അപ്സര, എൻ്റെതോ ഈ 60 ദിവസം ഇവിടെ നിന്നിട്ട് എനിക്കിവിടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ? നിങ്ങൾ ആരും ഒന്നും ചോദിക്കത്തില്ലല്ലോ, നിങ്ങൾ മിണ്ടാതെയാണ് ഇരുന്നുകൊണ്ടിരുന്നത്. ഇത്രയും ദിവസം നിങ്ങൾ മിണ്ടാതിരിക്കും. എനിക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കാൻ ആരുമില്ല എന്നുള്ള ലെവലിൽ പറയുന്നു. അപ്പോൾ ജാസ്മിൻ ഡിഫെൻഡ് ചെയ്യുന്നു. ചേച്ചിക്ക് സംഭവിച്ചിട്ടുള്ളത് ആരും ഒന്നും ചോദിച്ചിട്ടില്ല. ഇല്ല. എന്ത് ചോദിച്ചു? ഒന്നും ഈ 65 ദിവസമായിട്ട് ആരും ഒന്നും ചോദിച്ചിട്ടില്ല. ഇല്ല. ആരെന്ത് ചോദിക്കാം? ഋഷി എന്നെ അത്രയും പറഞ്ഞു, പല ടാസ്കുകൾ എനിക്കാണ് സംഭവിച്ചു. തുടക്കം മുതലേ എന്നെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരും ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പം ഇത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് പ്രശ്നം. അപ്സര പറയുന്നത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, എൻ്റെ ഉൾപ്പെടുന്ന പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവിടെ ആരും എനിക്ക് വേണ്ടി ചോദിക്കുകയില്ല, വക്കാലത്ത് പറയുകയില്ല, ഒന്നും പറയില്ല, സപ്പോർട്ട് ചെയ്യുകയില്ല. അവരുടെ ഭാഗത്താണ് എല്ലാവരും നിൽക്കുന്നത്. ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു ലെവൽ കൊണ്ടുവന്നു. അപ്പം ജാസ്മിൻ കയറി ഇടപെട്ടു. ആരും നിങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ലേ? ഇങ്ങനെ കള്ളം പറയരുത്, നുണ പറയരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നുണ പറയുന്നതോ, നീ ഇവിടെ ഇരുന്ന് കരയുന്നതോ, നീ ഇവിടെ ഇരുന്നൊന്നും കാണിക്കുന്നില്ലേ, നീ ഇവിടെ ഇരുന്ന് കരഞ്ഞു മെഴുകുന്നതോ, എനിക്ക് ആരുമില്ല എന്ന് നീ പറയുന്നതോ? അപ്പോൾ ചേച്ചി അങ്ങനെ പറയാൻ പാടില്ല. ചേച്ചിക്ക് ആരുമില്ല എന്ന് പറയരുത്. അപ്പം നീ ഇവിടെ ആരുമില്ല നിങ്ങളെന്ന് പറയുന്നതോ? ഗബ്രി പോയതിനു ശേഷം അപ്പം ജാസ്മിന് കയറി പൊള്ളുന്നു. ഗബ്രിയുടെ കേസിൽ പറഞ്ഞോ? എന്തിനങ്ങനെ പറഞ്ഞു? എന്തിന് ഞാൻ ഒറ്റയ്ക്ക് മാറി എന്ന് കരയുന്നൊന്നും എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞ കാര്യം എന്തിനിപ്പോൾ ഇവിടെ പറഞ്ഞു? വീണ്ടും അടിവിടുന്നു. ചേച്ചി നുണ പറയരുത്. നുണച്ചിയെന്നോ? എന്നെ നീ നുണച്ചിയെന്ന് വിളിക്കുന്നു? എന്തിനെന്നെ അങ്ങനെ വിളിക്കുന്നു? ഞാൻ എന്ത് നുണയാണ് ഇവിടെ പറഞ്ഞത്? നീ ഇപ്പം പറഞ്ഞേ പറ്റുള്ളൂ. എന്ത് കള്ളത്തരമാണ് ഞാനിവിടെ പറഞ്ഞത്? കള്ളത്തരം ഇപ്പം പറഞ്ഞു തന്നെയാണ് കള്ളത്തരം. റസ്മിനെ വിളിച്ച് ചോദിക്കാം. റസ്മിനെ വിളിക്കുന്നു. റസ്മിൻ പറ, നീ ഇന്ന് വരെ അപ്സര ചേച്ചിയുടെ ഒരു വിഷയത്തിലും ഇടപെട്ട് ചേച്ചിയുടെ ഭാഗത്ത് നിന്നിട്ടില്ലേ? അത് ഞാൻ ഇപ്പോൾ ഈ 65 ദിവസമായിട്ട് നടന്നിട്ടുള്ള ഇഷ്യൂ എണ്ണി ഇനി പറയണോ എന്തിലൊക്കെയാണ് ഇടപെട്ടത് എന്നുള്ളത്? അത് തന്നെയാണ് ഞാനും പറയുന്നത്. അപ്പോൾ അപ്സര, ഇല്ല, ആരും ഇടപെട്ടിട്ടില്ല, എൻ്റെ പ്രശ്നങ്ങളിൽ ആരും ഇടപെട്ടിട്ടില്ല. ജാസ്മിൻ പറയുന്നതാണ്. ജാസ്മിൻ കാണിക്കുന്നത് ഷോ ഓഫ് ആണ്, വെറുതെയാണ്. അവിടെ ഇരുന്ന് കരയാൻ മാത്രമല്ല, നിനക്കറിയാവൂ, എനിക്ക് നിന്റെ അവിടെ ഉടക്കിന് വരാൻ വയ്യ കൊച്ചേ. നിനക്കിപ്പോൾ എന്താ പറയുക? എൻ്റെ പ്രശ്നത്തിൽ നീ ഇടപെട്ട് എൻ്റെ ഭാഗം നിന്നെന്ന് പറയാം. ഓക്കെ, ആയിക്കോട്ടെ, നീ ഇടപെട്ടു, നീ നിന്നു, പ്രശ്നം തീർന്നോ, എല്ലാം തീർന്നോ? അപ്പോൾ വീണ്ടും ജാസ്മിൻ, ചേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. റസ്മിനെ, നാളെ നിന്റെ അവസ്ഥ ഇതാവും. എന്ത്? അവളെയും വെച്ച് പറഞ്ഞോ? അവിടെ അവസ്ഥ ഇതാവുമെന്നോ? ആഹാ, നോക്ക്, റസ്മിനെ നിന്നെ പോലും പറഞ്ഞു. എന്താണ് ഇവിടെ? എന്നെ നുണച്ചി എന്ന് വിളിച്ചു, എൻ്റെ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ആരാണ് ഇടപെട്ടത്? അപ്പം ജാസ്മിൻ, ശരണ്യേച്ചി ഇടപെട്ടിട്ടുണ്ട്, ഗബ്രി ഇടപെട്ടിട്ടുണ്ട്, ഞാൻ ഇടപെട്ടിട്ടുണ്ട്, റസ്മിൻ ഇടപെട്ടിട്ടുണ്ട്. ഞാൻ നേരിട്ട് ചിലപ്പോൾ പറഞ്ഞില്ല എങ്കിൽ പോലും ഞാൻ മാറി നിന്ന് പറയും. അതെനിക്കറിയത്തില്ല. നീ മാറി നിന്ന് പറയുമോ പറയില്ലേ എനിക്കറിയില്ല. എൻ്റെ പ്രശ്നത്തിൽ നീ ഇടപെട്ടിട്ടില്ല. ഗബ്രിയോ? അവനെപ്പോൾ ഇടപെട്ടു? അവനൊന്നിലും ഇടപെട്ടിട്ടില്ല. ശരണ്യേച്ചി ഇടപെട്ടിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? ശരണ്യയോ? അത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. ശരണ്യ ഇടപെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമേ ഇല്ല ജാസ്മിനെ. അപ്പൊ റസ്മിൻ ഇടപെട്ടിട്ടില്ലേ? ഇല്ല. ആരും എൻ്റെ ഒരു പ്രശ്നങ്ങളുടെ ഇടപെട്ടിട്ടില്ല. എനിക്ക് വരുന്നതെല്ലാം ഒറ്റയ്ക്ക് ഇവിടെ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ മറിഞ്ഞു വീണപ്പോഴും, അവിടെ നിന്ന് ഓരോ ടാസ്ക് നടക്കുമ്പോഴും, ഋഷിയുടെ കൂടെ വഴക്ക് കൂടിയപ്പോഴും ഒന്നും എന്നെ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ജാസ്മിൻ,
ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നെ പിടിച്ചു വലിച്ചത് ഞാൻ ആ ടാസ്കിൽ വീണത് അഭിഷേകാരൻ ഇവിടെ കളഞ്ഞു, ജിൻഡോ ആണെങ്കിൽ അവിടെ കളയുമായിരുന്നോ? ഇല്ല. അപ്പൊ പിന്നെ എന്റെ കൂടെ ആരെങ്കിലും നിന്നോ? ഇല്ല. അതാദ്യം മനസ്സിലാക്കണം നമ്മൾ. അപ്സരയും വിട്ടുകൊടുക്കുന്നില്ല, ജാസിനും വിട്ടുകൊടുക്കുന്നില്ല. ഏമണ്ടൻ അടി, ക്യാപ്റ്റൻ നന്ദന വരുന്നു. അവസാനം ഇവർക്ക് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നിസാര പ്രശ്നം, അപ്സര പറയുന്നുണ്ട് എൻ്റെ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല എന്ന്. അതിൽ തുടങ്ങുന്നതാണ് നോണച്ചി, കള്ളി, പിന്നെ ഈ പറഞ്ഞ പോലെ ഷോ ഓഫ്, കരച്ചില്, ഒറ്റപ്പെടൽ, ഇതെല്ലാം പറഞ്ഞ് ഭയങ്കര ഒരു അടിയാണ് അവിടെ പൊട്ടുന്നത്. ഈ പറഞ്ഞ പോലെ പ്രോപ്പർട്ടി ഡാമേജുകളും കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഇനി ഒരു പക്ഷേ പ്രോപ്പർട്ടി ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇതുവരെയും അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. അതിൻ്റെ പേരിലാണ് അടി നടക്കുന്നത്. അപ്പോൾ ഭാഗ്യത്തിന് ബോണസ് ടാസ്ക് 4 വരുന്നു. ഉരുളം തളിക. കുടുംബത്തിനെയാണ് നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് എപ്പോഴും വെക്കുന്നത്, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് നോക്കണം. മുട്ടകളാണ് ഇത്തവണത്തെ ടാസ്ക് ഉള്ളത്. ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ബോട്ടും 12 മുട്ടയും നമ്മുടെ ടീമിൻ്റെ പേരെഴുതിയ ഒരു പെഡസ്റ്റലും ഓരോ ടീമിനും വേണ്ടി ഉണ്ടാകും. ബസ്സിലടിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ടീമിലെ എല്ലാവരും ആക്ടിവിറ്റി ഏരിയയിൽ പോയി ബോട്ടിൽ പോയി മുട്ട കുടുംബമാണെന്ന് കരുതിക്കൊണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് കരയിൽ കൊണ്ടുവരണം. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഓരോ ടീമിലെ ഓരോ വ്യക്തികൾ മാത്രമേ ഒരു സമയം മത്സരിക്കാൻ പാടുള്ളൂ. എത്ര വ്യക്തികളുണ്ടോ അവർ മൊത്തവും മത്സരിക്കണം. 12 മുട്ടയുണ്ടാവും. ഒരു സമയം ഒരാൾക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റത്തുള്ളൂ. ആദ്യം തളിക എടുക്കണം. തളിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലേറ്റ് ഉണ്ട്, റൗണ്ട് പ്ലേറ്റ് ഉണ്ട്. ഈ തളിക എടുത്ത് ബോട്ടിൽ പോയി നമ്മുടെ 2 മുട്ടകൾ വീതം എടുത്ത് ഈ തളികയിൽ വെച്ചുകൊണ്ട് ആ തളികകൾ പൊട്ടാതെ കരയിൽ എത്തിക്കണം. തടസ്സ മാർഗങ്ങൾ ഉണ്ടാകും. വീണുടയാതെ സുരക്ഷിതമായി കരയിൽ എത്തിക്കണം. ഓരോ ടീമിലെ എത്ര പേരുണ്ടോ അവർ മൊത്തവും പങ്കെടുത്തിരിക്കണം. തളിക ശരീരത്തോട് ഇങ്ങനെ ചേർത്ത് വെച്ച് മുട്ടയൊന്നും ഇങ്ങനെ വെച്ചുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല. ഏറ്റവും അധികം മുട്ട സേവ് ചെയ്യുന്ന ആളാണ് ടാസ്കിലെ വിജയ്. ടിക്കറ്റ് ഫിനാലെയിലെ ബോണസ് ടാസ്ക് 4 ആണ് ഇത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അത് അങ്ങനെ ടാസ്കിൽ പറയുന്നതേ ഇല്ല, ബോണസ് ടാസ്ക് 4 ആണെന്ന് തോന്നുന്നു. എന്നിട്ട് ജഡ്ജ് ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ഓരോ ടീമിനെയും ഓരോ ആൾക്കാർ വീതമാണ് ജഡ്ജ് ചെയ്തത്. ആരൊക്കെയാണ് ജഡ്ജ്? ഡെന്നിൻ്റെ ജഡ്ജ് റസ്മിൻ, നെസ്റ്റിൻ്റെ ജഡ്ജ് ജാസ്മിൻ, ടണലിൻ്റെ ജഡ്ജ് അപ്സര, പീപ്പിളിൻ്റെ ജഡ്ജ് നോറ. കളിക്കുകയും ചെയ്യാം, ജഡ്ജസിന് കളിക്കുകയും ചെയ്യാം. ഓരോ ടീമിനെയും ഓരോ ജഡ്ജസ് മാത്രമാണ് ചെക്ക് ചെയ്യാനുള്ളത്, ജഡ്ജ് ചെയ്യാനുള്ളത്. അത് ബിഗ് ബോസിൻ്റെ കളിയാണ്, എന്നാലേ അടി നടക്കത്തുള്ളൂ. അപ്പം ഡെന്ന് ചെക്ക് ചെയ്യുന്നത് പീപ്പിൾസ് റൂമിനെയാണ്. അതായത് റസ്മിൻ എന്ന് പറയുന്ന ജഡ്ജ് ചെക്ക് ചെയ്യുന്നത് ശ്രീതുവിൻ്റെയും നോറയുടെയും അൻസിബയുടെയും ടീമിനെയാണ്. ടണലിൻ്റെ ടീം ചെക്ക് ചെയ്യുന്നത് ഡെന്നിനെയാണ്. അതായത് അപ്സരയുടെയും സിജോയുടെയും സായിഡൻ ടീം ചെക്ക് ചെയ്യുന്നത് ജിൻഡോ, നന്ദന, റസ്മിൻ അവരെയാണ്. അതായത് ജിൻഡോക്കിട്ടൊന്ന് പണിയാനാണ് അപ്സര ടീം ഏറ്റെടുത്തത്. നെസ്റ്റിനെ ചെക്ക് ചെയ്യുന്നത് ടണലിനെയാണ്. അതായത് ജാസ്മിൻ ചെക്ക് ചെയ്യുന്നത് അപ്സരയും സിജോയും സായിയാണ്. അവരുടെ ടാസ്കിൽ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജാസ്മിൻ അങ്ങനെ ചെയ്യുന്നത്. പീപ്പിൾ റൂം അങ്ങനെ നമുക്ക് അങ്ങനെയൊന്നുമില്ല, നമുക്ക് ആരെ വേണമെങ്കിലും മതി. പീപ്പിൾ റൂം ചെക്ക് ചെയ്യുന്നത് നെസ്റ്റിനെയാണ്. നോറ ചെക്ക് ചെയ്യുന്നത് ജാസ്മിനെയും അർജുനെയും ഋഷിയും പിന്നെ അഭിഷേകിനെയാണ്. ഇതാണ് ടാസ്കിൻ്റെ ഇത്. ഇനി ആരാണ് ആദ്യം പോകാനുള്ളതെന്ന് ജഡ്ജസ് 4 പേർക്കും കൂടി ഭൂരിപക്ഷ പ്രകാരം തീരുമാനിക്കാം. ഇവർ പോയി തീരുമാനിക്കുന്നു ഡെൻ ആദ്യം പോകണം. കാരണം എന്താണ് ഇവർ പോയി തീരുമാനിക്കുന്നത്? ഡെൻ ഇന്നലെ കാണിച്ചു വെച്ച വേല, ഇന്നലെ ഫേക്ക് ജഡ്ജ്മെൻറ്റ് നടത്തിയതുകൊണ്ട് വീട്ടുകാരെല്ലാവരും കൂടെ ആദ്യം ഡെന്ന് പോയി അനുഭവിക്കട്ടെ എന്നുള്ള ലെവലിൽ ഭൂരിഭാഗം ഡെന്ന് പറയുന്നു. അങ്ങനെ ഡെന്ന് ആക്ടിവിറ്റി ഏരിയയിലേക്ക് മത്സരിക്കാൻ പോയിട്ടുണ്ട്. ഇനി ബാക്കി കണ്ടറിയാം എന്താണെന്നുള്ള സംഭവം. നോക്കാം, ബാക്കി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.